പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സത്സംഗവേദിയിൽ ചർച്ച ചെയ്യുന്നത് സനാതനധർമ്മത്തിലെ വിജ്ഞാന ശാഖകൾ എന്നുള്ളതാണ്. നമ്മളിതിനു മുൻപ് സനാതനധർമ്മത്തെപ്പറ്റി 2 എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതിൻ്റെ ഒരു 3-ാമത്തെ ഭാഗമായിട്ടാണ് വിജ്ഞാന ശാഖകളെപ്പറ്റി നമുക്ക് ഒന്ന് ചിന്തിക്കാം. സനാതനധർമ്മത്തിൽ മുഖ്യമായി 18 വിജ്ഞാന ശാഖകളാണ് ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ 4 വേദങ്ങൾ, 6 വേദാംഗങ്ങൾ അഥവാ ശാസ്ത്രങ്ങൾ എന്ന് പറയും, 4 ഉപവേദങ്ങൾ, 4 ഉപ അംഗങ്ങൾ. ഇവയാണ് ഹൈന്ദവധർമ്മത്തിൻ്റെ അടിസ്ഥാന ശിലകൾ. അതിൽ നമുക്ക് ആദ്യം വേദങ്ങളെപ്പറ്റി നോക്കാം. സനാതനധർമ്മത്തിലെ ഏറ്റവും പുരാതനവും പവിത്രവുമായ അറിവുകളെ വേദങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയെ ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ടറിഞ്ഞത് എന്നർത്ഥം, അപൗരുഷേയ എന്നും പറയുന്നു. ശ്രുതി എന്നും പറയുന്നു, അപൗരുഷേയ, അതായത് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടവയല്ല. അതിനെയാണ് അപൗരുഷേയ എന്ന് പറയുന്നത്. അപ്പോൾ വേദങ്ങളെ ശ്രുതികളെന്നും അപൗരുഷേയ എന്നും പറയുന്നു. ഈ അറിവുകൾ മഹർഷീശ്വരന്മാർക്ക് ധ്യാനത്തിൻ്റെ ഉന്നതമായ അവസ്ഥയിൽ വെളിവാക്കപ്പെട്ട ശാശ്വത സത്യങ്ങളായി കരുതപ്പെടുന്നു. അവ അവരുടെ ശ്രോത്രങ്ങളിലൂടെ അഥവാ ചെവികളിലൂടെ കേട്ടറിയുകയായിരുന്നു ആ ധ്യാനാവസ്ഥയിൽ. അതുകൊണ്ടാണ് അവയ്ക്ക് ശ്രുതികൾ എന്ന് പറയുന്നത്. ആരും പറഞ്ഞു കൊടുത്തതല്ല, എവിടെന്നെങ്കിലും വായിച്ചതല്ല. അവരുടെ ആ യോഗാവസ്ഥയിൽ അവർക്ക് അവരുടെ ചെവികളിൽ മുഴങ്ങിക്കേട്ട വേദസത്യങ്ങളാണ്, പ്രപഞ്ച സത്യങ്ങളാണ് വേദങ്ങൾ. അതുകൊണ്ടാണ് ശ്രുതികളെന്ന് പറയപ്പെട്ടത്. അനുഭവിച്ചറിഞ്ഞവർ അത് പരസ്പരം ശ്രോത്രങ്ങളിലൂടെ തന്നെ അഥവാ ചെവിക്ക് ചെവിയായിട്ട് തന്നെ ഋഷി പരമ്പരകൾക്ക് പകർന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. ഭാഷയും എഴുത്തുമെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് പിൽക്കാലത്താണ്. വിശാലമായി ചിതറിക്കിടന്നിരുന്ന ഈ ശാശ്വത സത്യങ്ങൾ അതിങ്ങനെ ഗുരുപരമ്പരകളായിട്ട് ശ്രുതികളിലൂടെ ഇങ്ങനെ പരമ്പരകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. ധാരാളം ശ്രുതികൾ. പുതിയ മഹർഷീശ്വരന്മാർക്ക് പുതിയ ശ്രുതികൾ ലഭിക്കും. അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇവയെല്ലാം ഈ ശാശ്വത സത്യങ്ങൾ ക്രോഡീകരിച്ച് 4 വിഭാഗങ്ങളായി തരംതിരിച്ച്, അതിനെ വ്യസിക്കുക എന്ന് പറയും, തരംതിരിക്കുക. അങ്ങനെ 4 വിഭാഗങ്ങളായി തരംതിരിച്ച് അഥവാ വ്യസിച്ച് പരാശരപുത്രനായ കൃഷ്ണദ്വൈപായനാണ് അങ്ങനെ വ്യസിച്ചത്. അഥവാ ഈ ശാശ്വത സത്യങ്ങളെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചത് ഈ കൃഷ്ണദ്വൈപായനാണ്. അതിനുശേഷം അദ്ദേഹം അറിയപ്പെട്ടത് വേദവ്യാസൻ എന്ന പേരിലാണ്. കൃഷ്ണദ്വൈപായൻ അതായത് വേദങ്ങളെ വ്യസിച്ചവൻ എന്നർത്ഥം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇവയാണ് 4 വേദങ്ങൾ. അതിൽ ഋഗ്വേദം വിവിധ ദേവതാസങ്കല്പങ്ങളെ പ്രകീർത്തിക്കുന്ന മന്ത്രങ്ങളും സൂക്തങ്ങളും പ്രതിപാദിക്കുന്നതാണ്. അതാണ് ഋഗ്വേദം. യജുർവേദം യാഗങ്ങൾ, ആചാരങ്ങൾ, ചടങ്ങുകൾ എന്നിവ എങ്ങനെ നടത്തണം എന്ന് വിശദീകരിക്കുന്നു. സാമവേദം സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മന്ത്രങ്ങൾ ഗാനാത്മകമായി ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നു. അഥർവവേദം ദൈനംദിന ജീവിതം, മന്ത്രതന്ത്രാദികൾ, രോഗശാന്തി, വിവിധ വിഷയങ്ങളിലുള്ള വിജ്ഞാനം ഇവയെ പ്രതിപാദിക്കുന്നതാണ് അഥർവവേദം. ഓരോ വേദത്തിനും സംഹിതകൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളാണ്. ബ്രാഹ്മണങ്ങൾ, അതായത് ആചാര വിശദീകരണമാണ് ബ്രാഹ്മണങ്ങൾ. ഉപനിഷത്തുകൾ, അതായത് ആത്മീയ ജ്ഞാനമാണ്. ആരണ്യകങ്ങൾ, അതായത് ധ്യാനമന്ത്രങ്ങൾ എന്നിങ്ങനെ 4 ഉപവിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സംഹിതകൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, ആരണ്യകങ്ങൾ എന്നിങ്ങനെ 4 ഉപവിഭാഗങ്ങളുണ്ട് ഓരോ വേദത്തിനും.
അതുപോലെ ഓരോ വേദങ്ങളെയും 3 കാണ്ഡങ്ങൾ വീതമായി വിഭജിച്ചിട്ടുണ്ട്. കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം. ഇങ്ങനെ 3 കാണ്ഡങ്ങളായി ഓരോ വേദങ്ങളെയും വിഭജിച്ചിട്ടുണ്ട്. ഇനി വേദാംഗങ്ങൾ, 6 വേദാംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവ ഏതാണ്? വേദപഠനം സുഗമമാക്കുന്നതിന് വേണ്ടി 6 വേദാംഗങ്ങളുണ്ട്. ഇവയെ വേദശാസ്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ് ഇവയാണ് 6 വേദാംഗങ്ങൾ. ഇതൊക്കെ നമുക്ക് സാമാന്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ശിക്ഷ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളുടെ കൃത്യമായ ഉച്ചാരണത്തെയും സ്വരങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. കൽപ്പം എന്ന് പറയുന്നത് യജ്ഞങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവ എങ്ങനെ ചെയ്യണം എന്ന് വിവരിക്കുന്നു. വ്യാകരണം സംസ്കൃത ഭാഷയുടെ ഘടന, പദങ്ങൾ, വ്യാകരണ നിയമങ്ങൾ എന്നിവ വിവരിക്കുന്നു. നിരുക്തം എന്ന് പറഞ്ഞാൽ വേദ പദങ്ങളുടെ അർത്ഥവും അവയുടെ ഉൽപ്പത്തിയും എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളിലെ അക്ഷരങ്ങളുടെ മാത്ര, താളം, വൃത്തം എന്നിവയെ പ്രതിപാദിക്കുന്നു. ജ്യോതിഷം യജ്ഞങ്ങൾക്കും പൂജകൾക്കും ചടങ്ങുകൾക്കും വേണ്ട ശുഭമായ സമയം അഥവാ മുഹൂർത്തം നിർണ്ണയിക്കുക, ജാതകഫലം നിർണ്ണയിക്കുക തുടങ്ങിയ വിഷയങ്ങളെ കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ അതാണ് 6 വേദാംഗങ്ങൾ. ഇനി ഉപവേദങ്ങൾ 4 എണ്ണമുണ്ട്. ഓരോ വേദങ്ങൾക്കും ഉപവേദങ്ങളുമുണ്ട്. ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, ശില്പവേദം അഥവാ അർത്ഥശാസ്ത്രം, ഇങ്ങനെയാണ് 4 ഉപവേദങ്ങളുള്ളത്. ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, ശില്പവേദം അഥവാ അർത്ഥശാസ്ത്രം. ആയുർവേദം നമുക്കറിയാം ഋഗ്വേദത്തിൻ്റെ ശാഖയാണ്. അത് ഋഗ്വേദത്തിൻ്റെ ശാഖയാണ്. ആരോഗ്യവും ചികിത്സയുമാണ് അതിലെ വിഷയം, നമുക്കറിയാവുന്നതാണ്. ധനുർവേദം അത് യജുർവേദത്തിൻ്റെ ശാഖയാണ്. യുദ്ധകലകളും ആയുധവിദ്യയുമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ഗാന്ധർവവേദം അത് സാമവേദത്തിൻ്റെ ശാഖയാണ്. നൃത്തം, സംഗീതം, കലകൾ ഇവ വിവരിക്കുന്നു. അടുത്ത ശില്പവേദം അഥവാ അർത്ഥശാസ്ത്രം അഥർവവേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ശില്പവേദം. അത് സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രം, ശില്പകല, വാസ്തുവിദ്യ ഇവയ്ക്കാണ് അവയുടെ പ്രതിപാദ്യം. ഇനി ഉപാംഗങ്ങൾ, 4 ഉപാംഗങ്ങളുണ്ട്. വേദാംഗങ്ങൾക്ക് അംഗങ്ങളായുള്ള ശാസ്ത്രങ്ങൾ, വേദാംഗങ്ങൾക്ക് അംഗങ്ങൾ ആയിട്ടുള്ള ശാസ്ത്രങ്ങളാണ് ഉപവേദാംഗങ്ങൾ. പ്രധാനമായി മീമാംസ, ന്യായം, പുരാണം, സ്മൃതി എന്നീ 4 ഉപാംഗങ്ങളാണ് ഉള്ളത്. അതിൽ മീമാംസ എന്നാൽ വേദഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുകയും യജ്ഞങ്ങൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ ഇവയുടെ യുക്തി പരിശോധിക്കുകയും ചെയ്യുന്ന ഹൈന്ദവ ദർശനമാണ് മീമാംസ എന്ന് പറയുന്നത്. ജൈമിനി മുനിയാണ് അതിൻ്റെ ഒരു ആചാര്യനായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത് ന്യായം. യുക്തിക്കും ശാസ്ത്രത്തിനും പ്രാധാന്യം നൽകുന്ന ഭാരതീയ ദർശനമാണ് ന്യായം. പ്രമാണം, പ്രമേയം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തെ കണ്ടെത്തുന്ന സമ്പ്രദായമാണ് ന്യായം. യുക്തിയും സംവാദവുമാണ് അതിൻ്റെ മാർഗങ്ങൾ. ഗൗതമ മുനിയാണ് അതിൻ്റെ ആചാര്യനായിട്ട് പറയുന്നത്. അടുത്ത് പുരാണം. ഹൈന്ദവ സംസ്കാരത്തിലെ പ്രപഞ്ച സൃഷ്ടി, ദേവകഥകൾ, തത്വചിന്ത, ചരിത്രം എന്നിവ പ്രതിപാദിക്കുന്ന വേദസാഹിത്യ വിഭാഗമാണ് പുരാണങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ രചയിതാവ് അഥവാ അതിൻ്റെ ആചാര്യൻ വ്യാസനാണ്. അടുത്ത സ്മൃതി. പ്രാചീന ഭാരതത്തിലെ ഋഷിവര്യന്മാർ തങ്ങളുടെ ബുദ്ധിയിൽ അഥവാ സ്മൃതിയിൽ ഉരുത്തിരിഞ്ഞു വന്ന സാമൂഹിക നിയമങ്ങൾ, ചട്ടങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, നിയമാവലികൾ, ആചാരപദ്ധതികൾ ഇവയാണ് സ്മൃതികൾ എന്നറിയപ്പെടുന്നത്. കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വരുത്തി അനേകം സ്മൃതികൾ ഉരുത്തിരിഞ്ഞു വന്നു. ഓരോ വേദത്തിനും 4 ഉപവിഭാഗങ്ങളുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ. അതിലൊന്ന് സംഹിതകൾ. സംഹിതകൾ എന്ന് പറഞ്ഞാൽ ദേവീദേവന്മാരെക്കുറിച്ചുള്ള സ്തുതികൾ, മന്ത്രങ്ങൾ ഇവയാണ് സംഹിതകൾ എന്ന് പറയുന്നത്. ബ്രാഹ്മണങ്ങൾ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളുടെ ഗൂഢാർത്ഥം, യജ്ഞവിധികൾ, ആചാരങ്ങൾ ഇവ പ്രതിപാദിക്കുന്നു. ആരണ്യകങ്ങൾ തത്വവിചാരങ്ങൾ. ആരണ്യകങ്ങൾ എന്ന് പറഞ്ഞാൽ തത്വവിചാരങ്ങൾ, ധ്യാനമന്ത്രങ്ങൾ, ഉപാസനാവിധികൾ ഇവയെ വിവരിക്കുന്നു. ഉപനിഷത്തുകൾ ജീവാത്മാ പരമാത്മാ ബന്ധം, ബ്രഹ്മരഹസ്യം, അദ്വൈതം, പ്രപഞ്ചരഹസ്യം, ജന്മരഹസ്യം, മുക്തി തുടങ്ങിയ അതിഗഹനമായ ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ്
ഉപനിഷത്തുകൾ. വേദപഠനത്തിൻ്റെ അന്ത്യഭാഗമാണ് ഉപനിഷത്ത് പഠനം. അതിനാൽ ഈ ഉപനിഷത്ത് പഠനത്തിനെ വേദാന്തം എന്നും പറയുന്നു. വേദപഠനത്തിൻ്റെ അന്ത്യഭാഗം എന്നർത്ഥം. ഇവയെല്ലാം ഗുരുമുഖത്ത് നിന്നും കേട്ട് പഠിക്കേണ്ട വിഷയങ്ങളാണ്. വായിച്ചു പഠിച്ചതുകൊണ്ട് നമുക്ക് കാര്യമില്ല. മേൽപ്പറഞ്ഞവയിൽ ബ്രാഹ്മണങ്ങളെ കർമ്മകാണ്ഡമെന്നും ആരണ്യകങ്ങളെയും സംഹിതകളെയും ഉപാസനാകാണ്ഡമെന്നും ഉപനിഷത്തുകളെ വേദത്തിൻ്റെ ജ്ഞാനകാണ്ഡമെന്നും വിശേഷിപ്പിക്കാം. ഇനി ഉപനിഷത്തുകളെ പറ്റി പറയുകയാണെങ്കിൽ പൗരാണിക കാലത്ത് ഏതാണ്ട് 1180ഓളം ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. പിൽക്കാലത്ത് അത് 108 എണ്ണമായി കുറഞ്ഞു. ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ അവയിൽ പ്രധാനപ്പെട്ട 10 എണ്ണം തിരഞ്ഞെടുത്ത് അവയ്ക്ക് ഭാഷ്യം രചിച്ചു. അവയാണ് ഇന്നറിയപ്പെടുന്ന ദശോപനിഷത്തുകൾ, 10 ഉപനിഷത്തുകൾ. അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനമായി 10 ഉപനിഷത്തുകളാണുള്ളത്. ഈശാവാസ്യം, കഠം, കേനം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തിരീയം, ഐതരേയം, ഛാന്തോക്യം, ബൃഹദാരണ്യകം, ഇങ്ങനെയാണ് ഈ 10 ഉപനിഷത്തുകൾ. ഉപനിഷത്ത് എന്നാൽ അതിൻ്റെ അർത്ഥം ഗുരു സമീപം നിഷ്ഠയോടെ ഇരുന്ന് പഠിക്കേണ്ടവ എന്നാണ് അർത്ഥം. അപ്പം ഗുരുമുഖത്ത് നിന്നും ഗുരുവിന് സമീപം ഇരുന്ന് പഠിക്കേണ്ടതാണ് ഉപനിഷത്തുകൾ. ഇനി എന്താണ് സ്മൃതികൾ? അനേകം സ്മൃതികളുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ. അതിൽ പ്രധാനമായും 20 സ്മൃതികളാണുള്ളത്. മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, വിഷ്ണു സ്മൃതി, അത്രി സ്മൃതി, ഹാരിതസ്മൃതി, ആംഗിരസ്മൃതി, യമസ്മൃതി, ആപസ്തംഭസ്മൃതി, വസിഷ്ഠസ്മൃതി, ദേവലസ്മൃതി, സമവർത്തസ്മൃതി, കാത്യായനസ്മൃതി, ബൃഹസ്പതി സ്മൃതി, പരാശരസ്മൃതി, വ്യാസസ്മൃതി, ശംഖസ്മൃതി, ലിഖിതസ്മൃതി, ദക്ഷസ്മൃതി, ഗൗതമ സ്മൃതി, ശാതാപസ്മൃതി, ഇങ്ങനെ 20 സ്മൃതികളാണ് ഇപ്പം അറിയപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി എന്നിവ വളരെ പ്രധാനപ്പെട്ടവയാണ്. മനുസ്മൃതിയെപ്പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. രാജ്യഭരണം, ഷോഡശക്രിയകൾ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഒരു വ്യക്തിയുടെ അന്ത്യേഷ്ടി വരെയുള്ള കർമ്മങ്ങളെ വിശദീകരിക്കുന്നതാണ് ഷോഡശക്രിയകൾ. തുടങ്ങിയ അനേകം കാര്യങ്ങളാണ് മനുസ്മൃതിയിൽ വിവരിക്കുന്നത്. ഇനി പുരാണങ്ങൾ എന്താണ്? പുരാണങ്ങൾ 18 എണ്ണമാണുള്ളത്. ബ്രഹ്മപുരാണം, വിഷ്ണുപുരാണം, ശിവപുരാണം, ഭാഗവതപുരാണം, പത്മപുരാണം, നാരദപുരാണം, മാർക്കണ്ഡേയപുരാണം, അഗ്നിപുരാണം, ഭവിഷ്യപുരാണം, ലിംഗപുരാണം, വരാഹപുരാണം, സ്കന്ദപുരാണം, വാമനപുരാണം, കൂർമ്മപുരാണം, ഗരുഡപുരാണം, മത്സ്യപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, ബ്രഹ്മവൈവർത്തകപുരാണം, ഇവയാണ് ഈ 18 പുരാണങ്ങൾ. ഇവയിൽ ഭാഗവത പുരാണം തന്നെ 3 ഉണ്ട്. വിഷ്ണു ഭാഗവതം, ദേവി ഭാഗവതം, ശിവഭാഗവതം. ഈ പുരാണങ്ങളിലെല്ലാം ദേവീദേവന്മാരെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ടുള്ള കഥകളാണ്. അവയിലൂടെ വേദതത്വങ്ങൾ സാമാന്യ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ രചിച്ചവയാണ് പുരാണങ്ങൾ. അവയിൽ സങ്കല്പവും യാഥാർത്ഥ്യവും കഥയും കാര്യവും എല്ലാം ഇഴചേർന്നിരിക്കുന്നു. വേദങ്ങളുടെ സാഹിത്യ വിഭാഗം എന്ന് ഈ പുരാണങ്ങളെ നമുക്ക് പറയാം. അതുപോലെ തന്നെ സനാതനധർമ്മത്തിലെ മറ്റൊന്നാണ് ഷഡ് ദർശനങ്ങൾ. മീമാംസ, ന്യായം ഇവയെ അടിസ്ഥാനമാക്കി 6 ദർശനങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. അവയാണ് സാഖ്യദർശനം, കപിലമുനിയാണ് അതിൻ്റെ ഗുരു. യോഗദർശനം പതഞ്ജലി മഹർഷിയാണ്. ന്യായദർശനം ഗൗതമ മുനിയാണ് അതിൻ്റെ ഗുരു. വൈശേഷിക ദർശനം കണാദമുനിയാണ് അതിൻ്റെ ആചാര്യൻ. പൂർവമീമാംസാ ദർശനം ജൈമിനി മഹർഷിയാണ് ഗുരു. ഉത്തരമീമാംസാ ദർശനം ബാദരായണ മഹർഷിയാണ് അതിൻ്റെ ആചാര്യൻ. ഇനി ഉപവേദങ്ങളുടെ ഭാഗമായി അനേകം ശാസ്ത്രശാഖകൾ വികസിച്ചു വന്നിരുന്നു പൗരാണിക കാലം മുതലേ. ആയുർവേദശാസ്ത്രം, അതിൻ്റെ ആചാര്യന്മാർ ചവനൻ, ചരകൻ, സുശ്രുതൻ തുടങ്ങിയവ എല്ലാവരും മഹർഷിവര്യന്മാരാണ്. അർത്ഥശാസ്ത്രം, അതായത് ധനതത്വശാസ്ത്രം, നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയും, അതിൻ്റെ ആചാര്യനായിട്ടുള്ളത് കൗടില്യനാണ്. ജ്യോതിശാസ്ത്രം, അതായത് അസ്ട്രോണമി, അതിൻ്റെ ആചാര്യൻ വരാഹമിഹിരൻ, പരാശരൻ ഇവരാണ്. അടുത്ത വാസ്തുവിദ്യാശാസ്ത്രം, അതായത് സാങ്കേതികവിദ്യ, എൻജിനീയറിംഗ് ടെക്നോളജി, അതിന് 18ഓളം ആചാര്യന്മാരും വിവിധ ശാഖകളും ഉണ്ട് വാസ്തുവിദ്യാശാസ്ത്രത്തിൽ. നാട്യശാസ്ത്രം, നൃത്തം, സംഗീതം, സാഹിത്യം ഇവയെല്ലാം
പ്രതിപാദിക്കുന്നതാണ്. അതിൻ്റെ ആചാര്യൻ ഭരതമുനിയാണ്. സംഖ്യാശാസ്ത്രം, അതായത് ഗണിതം, ആര്യഭട്ടനാണ് അതിൻ്റെ ആചാര്യൻ. അതുപോലെ കാമശാസ്ത്രം, ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ്. അതിൻ്റെ ആചാര്യൻ വാത്സ്യായന മഹർഷിയാണ്. രാഷ്ട്രമീമാംസ, അതായത് പൊളിറ്റിക്കൽ സയൻസ്, രാജ്യഭരണം, അതിൻ്റെ ആചാര്യൻ ചാണക്യനാണ്. അതുപോലെ യോഗശാസ്ത്രം, യോഗ, വ്യായാമം, മനസ്സ്, ശരീരം, ബുദ്ധി, ഇവയുടെ വ്യായാമം, ആരോഗ്യം, ഇവയൊക്കെ പ്രതിപാദിക്കുന്നതാണ് യോഗശാസ്ത്രം. അതിൻ്റെ ആചാര്യൻ പതഞ്ജലിയാണ്. അതുപോലെ ധനുർവേദം, ആയുധവിദ്യ, യുദ്ധതന്ത്രങ്ങൾ ഒക്കെയാണ് അതിൽ വിവരിക്കുന്നത്. അതിൻ്റെ ആചാര്യന്മാർ ഭൃഗു, വിശ്വാമിത്രൻ, ഭരദ്വാജൻ തുടങ്ങിയവരാണ്. ഇനിയുമുണ്ട് ഇതുപോലുള്ള അനേകം ശാസ്ത്രശാഖകൾ. എത്ര വിപുലമാണ് നമ്മുടെ സനാതനധർമ്മം, അതിൻ്റെ വിജ്ഞാന ശാഖകളെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവ കൂടാതെ 2 ഇതിഹാസങ്ങളും നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി ഉണ്ട്. രാമായണവും മഹാഭാരതവും. ഇതി ഇഹ സം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്രകാരം സംഭവിച്ചു എന്നാണ് ഇതിഹാസം. അതായത് ഇവ സംഭവ കഥകളാണ്. പുരാണങ്ങൾ സാങ്കല്പിക കഥകളാണെങ്കിൽ ഇതിഹാസങ്ങൾ നടന്ന കഥകളാണ്, സംഭവ കഥകളാണ്, ചരിത്രമാണ്. അതിന് നമുക്ക് ചരിത്ര നോവലുകൾ എന്നൊക്കെ പറയുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം. ചരിത്രമാണത്. രാമായണം രചിച്ചത് വാൽമീകി മഹർഷിയും മഹാഭാരതം രചിച്ചത് വേദവ്യാസനുമാണ്. ഈ സംഭവ കഥകളിലൂടെ ധാർമ്മികത, സദാചാരം, ജീവിതമൂല്യങ്ങൾ ഇവ നമുക്ക് പറഞ്ഞു തന്നു. മഹാഭാരതം ഭീഷ്മപർവത്തിലെ 25 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീത. മഹാഭാരതത്തിൻ്റെ മധ്യേ ഉള്ള ഒരു ഇതാണ് ശ്രീമദ് ഭഗവത്ഗീത. അതിന് 18 അധ്യായങ്ങളുണ്ട്, 700 ശ്ലോകങ്ങളുണ്ട്. ലോകത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും മഹത്തായ മാനേജ്മെൻറ്റ് ഗ്രന്ഥമായി വിദേശ സർവകലാശാലകൾ പോലും അംഗീകരിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അങ്ങനെ അതിബൃഹത്തും യുക്തിഭദ്രവും ശാസ്ത്രീയമായ അടിത്തറയുള്ളതുമായ സംസ്കൃതിയാണ്, വിജ്ഞാന സമുദ്രമാണ്, സമ്പന്നമായ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരമാണ് സനാതനധർമ്മം അഥവാ ഹൈന്ദവധർമ്മം. അതിനെപ്പറ്റി ചുരുക്കമായി ഒരു വിവരണം മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത് എത്ര ജന്മങ്ങളെടുത്താലും പഠിച്ചു തീരാത്ത വിഷയങ്ങളാണ് സനാതനധർമ്മത്തിൻ്റെ വിജ്ഞാനശാഖകൾ. അത് മനസ്സിലാക്കുക. നമ്മൾ ഇത്ര വലിയ ഒരു വിജ്ഞാന ശേഖരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഈ ഒരു വിവരണത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനെ അറിയുക, പഠിക്കുക, കൂടുതൽ പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.